പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ഛായാഗ്രാഹകനും തിരക്കഥാകൃത്തുമായ ബാഹുൽ രമേശാണ്. സ്റ്റുഡിയോയിൽ ഒപ്പം മനേഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചിത്രം തിയേറ്ററിൽ റിലീസാവുക, പ്രേക്ഷക പ്രീതി നേടുക, അത് OTTയിൽ വരുമ്പോൾ വീണ്ടും അത് ഒരുപാട് കമൻസ് നേടുക എന്ന് മാത്രമല്ല, അത് ഇപ്പോൾ കഴിഞ്ഞ IFFKയിലെ 3 സ്ക്രീനിങ്ങുകളിലും ഒരുപാട് പ്രശംസ നേടിയ ഒരു ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകനാണ് ഇന്ന് നമ്മുടെ അതിഥി. കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയുടെ എഴുത്തുകാരനും ഛായാഗ്രാഹകനുമായിട്ടുള്ള ബാഹുൽ രമേശ്. സ്വാഗതം. താങ്ക് യു. ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ സാധാരണ പൊതുവെ തിയേറ്ററിൽ പ്രേക്ഷക കൈയടി നേടുന്ന ചിത്രങ്ങൾ OTTയിൽ വരുമ്പോൾ അത് ഞങ്ങൾക്ക് അത്ര വർക്കായില്ല എന്ന് ചില OTT പ്രേക്ഷകർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തിരിച്ചും സംഭവിക്കാറുണ്ട്. ഇതൊന്നും അല്ലാത്തൊരു ലോകമാണ് IFFKയുടേത്. പക്ഷേ ഈ 3 സ്ഥലത്തും ഒരുപോലെ കൈയടി നേടിയ ഒരു ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകനായി നിൽക്കുന്നു എന്നതിൻ്റെ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതിൻ്റെ ഒരു പ്രതികരണം അറിയാൻ താല്പര്യമുണ്ട്. ഭയങ്കര സ്പെഷ്യലാണ്. ഈ പറഞ്ഞ പോലെ ഇവിടെ IFFKയിൽ 3 പ്രദർശനങ്ങൾ ഉണ്ടായിരുന്നു. 3ഉം ഹൗസ്ഫുൾ തന്നെയായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ തന്നെ ഏകദേശം 50 ഡേയ്സിന് മേലെ ഓടിയിട്ടുണ്ട്. OTTയിലും വന്നിട്ട് നല്ല പ്രതികരണമായിരുന്നു. അപ്പോൾ ഇവിടെ കാണാൻ വന്നവരിൽ പലരും ഇതിനോടകം പടം 2-3 തവണ കണ്ടവർ തന്നെയുണ്ട്. എന്നിട്ട് അവർ ഒരിക്കൽ കൂടി സിനിമ കാണാൻ വരുന്നു എന്ന് പറയുന്നത് വലിയൊരു പ്രോത്സാഹനമാണ്, ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അവർക്ക് വേണമെങ്കിൽ റൂമിൽ പോയിട്ട് ഇവിടുത്തെ ബാക്കി ഷോസൊക്കെ കണ്ട് OTTയിൽ കാണാനേ ഉള്ളൂ. പക്ഷെ എന്നാലും അത് പോരാ, തിയേറ്ററിൽ നിന്ന് തന്നെ ഒന്നും കൂടെ കാണാൻ തോന്നുന്നു എന്നൊക്കെ അറിയാൻ വന്നില്ലേ, അതിൽ വലിയ താങ്ക്സ് ഉണ്ട്. ഒരു കോവിഡ് കാലത്താണ് ഇത് രൂപപ്പെടുന്നത്. അതെ, ഇതൊരു മികച്ച തിയേറ്റർ അനുഭവം നൽകുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ടാണ് പ്രേക്ഷകർ ഉറപ്പായിട്ടും നേരത്തെ കണ്ടവർ, തിയേറ്ററിൽ കണ്ടവരായാലും OTTയിൽ കണ്ടവരായാലും ഈ പറഞ്ഞതുപോലെ അടുത്ത് കാണാൻ കിട്ടുന്നൊരു അവസരം ഉപയോഗിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് ഇത് മനസ്സിൽ രൂപപ്പെടുമ്പോൾ അത് തിയേറ്റർ, OTT അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. തിയേറ്ററിൽ ആദ്യമായിട്ട് എഴുതുന്നതാണല്ലോ. എഴുതുന്ന സമയത്ത് ഇത് സിനിമയാക്കാൻ പറ്റുന്നു എന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എഴുതി കഴിഞ്ഞതിന് ശേഷം ഇത് ആലോചിക്കുമ്പോൾ ആദ്യമായിട്ട് എഴുതുന്നതാണല്ലോ, അത് തിയേറ്ററിൽ തന്നെ വന്നാൽ കൊള്ളായിരുന്നു എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എഴുതി കഴിഞ്ഞ ശേഷം രഞ്ജിത്തേട്ടന് വായിക്കാൻ കൊടുത്തു. രഞ്ജിത്തേട്ടൻ നമുക്കിത് ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നിട്ട് ഇത് പ്രൊഡക്ഷൻ ഓണാക്കുക എന്ന് പറയുന്നൊരു കടമയുണ്ടല്ലോ, ആരുടെടുത്തെങ്കിലും പോയി പിച്ച് ചെയ്യുക പരിപാടികൾ. അത് നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി കുറച്ച് മാസങ്ങളും കൂടെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ഈ ലോക്ക്ഡൗൺ റെസ്ട്രിക്ഷൻ എയറിലുള്ള സമയത്ത് നമ്മളിത് പ്രൊജക്റ്റ് ആക്കാൻ വേണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കേൾക്കുന്നവർ ആ സമയത്ത് ഒരു പരിസ്ഥിതി വെച്ചിട്ട് ഉള്ളൊരു കുഞ്ഞു പടം അല്ലെങ്കിൽ ഒരു OTT പടമായിട്ട് ചെയ്യുക, ഇത് ഇങ്ങനെ ചെയ്താലേ ബിസിനസ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഒതുക്കി ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള റെസ്ട്രിക്ഷൻ സബ് കോൺഷ്യസ്ലി നമ്മൾ തന്നെ അതിലേക്ക് അടിച്ചേൽപ്പിക്കും. സോ അങ്ങനെ ഒതുങ്ങിപ്പോകുന്നൊരു പടമായിട്ട് ആവരുത്. കുറച്ച് ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസൊക്കെ ഒന്ന് നീങ്ങിയിട്ട് ഒന്ന് ശ്വാസം കിട്ടിയതിന് ശേഷം പ്രൊജക്റ്റ് ആക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നോർമലി മറ്റെല്ലാ സിനിമകളും ചെയ്യുന്ന അതേ ഒരു ഫ്രീ മൈൻഡോട് കൂടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ക്ഷമയോടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ അത് പ്രതീക്ഷ പോലെ തന്നെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് റെസ്ട്രിക്ഷൻസ് കുറച്ച് പാതി നീങ്ങി. അപ്പോൾ ആസിക്കയുടെ കൊത്ത് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് കണ്ണൂർ റെസ്യൂം ചെയ്തു. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ പോയാലും ആരും ആ OTT പടം അല്ലെങ്കിൽ കോവിഡ് പടം എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ ഉണ്ടായിരുന്നു. ലോക്ക്ഡൗൺ പടം എന്നൊരു വാക്ക് തന്നെ അക്കാലത്തൊക്കെ യൂസ് ചെയ്യായിരുന്നല്ലോ. ആ ഒരു പിക്ചറിൽ ഇതിനെ കാണില്ല എന്ന് ഒരു ഉറപ്പ് തോന്നിയപ്പോൾ അവിടെ തൊട്ടാണ് നമ്മൾ ശരിക്കും യാത്ര തുടങ്ങുന്നത്. കൊത്ത് എന്ന ലൊക്കേഷനിൽ പോയിട്ട് സിനിമയുടെ കഥ പറഞ്ഞ ആ പടം പിന്നീട് സോഷ്യൽ മീഡിയയിൽ താങ്കൾ ഷെയർ ചെയ്തിട്ട് വളരെ എക്സൈറ്റിംഗ് ആയിട്ടത് പറഞ്ഞിട്ടുണ്ട്. അന്ന് ആ കഥ പറഞ്ഞ് ആസിഫ് അലി ഓണാവുന്ന സമയത്ത് പക്ഷേ താങ്കൾ അത് ഷെയർ ചെയ്യുന്നില്ല. പിന്നെ അത് സിനിമയായി, സിനിമ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു, ഒന്ന് കണ്ടതിന് ശേഷമാണത്. ആ ഒരു കാത്തിരിപ്പ് എഴുത്തിൻ്റെ തുടക്കത്തിൽ, പിന്നെ അതിന് കഴിഞ്ഞ് സിനിമയാകുന്നു, അത് നല്ല സമയം എടുക്കുന്നു. ഏതാണ്ട് ഒരു 6 വർഷത്തോളം എടുക്കുന്നു എന്ന് തോന്നുന്നല്ലേ മൊത്തം ജേണി കംപ്ലീറ്റ് ചെയ്യാൻ? 6 ഏകദേശം ഒരു 4 വർഷം. അപ്പോൾ ആ ഒരു ദീർഘമായ ജേണിയിൽ ഇത്രയും ക്ഷമയോടെ കാത്തിരിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് താങ്കൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫർ കൂടിയാണല്ലോ. ഞാൻ അങ്ങനെ ക്യാരിഡ് അവേ ആവാതിരിക്കാൻ വേണ്ടി കോൺഷ്യസ്ലി ഒന്ന് ശ്രമിക്കും. എക്സൈറ്റഡ് ആണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് നടന്നു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് തന്നെ ഷൂട്ട് തന്നെ നമ്മൾ തുടങ്ങും എന്ന് വിചാരിച്ചിരുന്ന തീയതിക്ക് പെട്ടെന്നൊരു 1 മാസം മുന്നെയാണ് ഇത് പെട്ടെന്ന് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഷൂട്ടൊന്ന് മാറ്റി വെക്കേണ്ടി വരുന്നു എന്ന് പറയുന്നൊരു സംഗതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഷൂട്ട് തുടങ്ങിയത്. പിന്നീട് 1 വർഷം കഴിഞ്ഞിട്ടാണ് പടം റിലീസാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് പണ്ടോട്ടെ നമ്മൾ കേൾക്കുന്നതും കാണുന്നതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരിഡ് അത് ആയി, പടം ഓണായി, ലോക്കായി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ സെൽഫി എടുത്തിടുക, അങ്ങനെയുള്ള ഇതിൽ ഓവർ എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണിക്കേണ്ട, ക്ഷമയോടെ സാവധാനത്തിലിരിക്കുക. കാരണം ഈ എക്സൈറ്റ്മെൻറ്റ് കാണിച്ചു കഴിഞ്ഞാലും കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ എന്തായി അന്നത്തെ പടം തുടങ്ങിയോ എന്ന് പറയാൻ പറ്റും. അപ്പം നമുക്ക് ചിലപ്പോൾ സന്തോഷപൂർവ്വം പങ്കുവെക്കാവുന്നൊരു വാർത്തയായിരിക്കില്ല, നമുക്ക് മനസ്സിലുണ്ടാവില്ല, ഇല്ലടാ ആയിട്ടില്ല, എന്നാൽ അതൊരു തീരുമാനമായിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ തന്നെ സ്വയം നമ്മുടെ മനസ്സിനെ ചെറിയ രീതിയിലൊന്ന്
ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കൺട്രോൾ ചെയ്തിട്ട് ഈവൻ ഫസ്റ്റ് ഡേ ഷൂട്ട് പൂജ രാവിലെ ആയിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ പൂജ കഴിഞ്ഞിട്ട് പോലും ഞാൻ അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുത്തിട്ടു, ഞാൻ അന്നുപോലും ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല. പൂജ കഴിയാൻ വരട്ടെ, ഷൂട്ട് തുടങ്ങട്ടെ, ഫസ്റ്റ് ഷോട്ട് എടുക്കട്ടെ, എന്നിട്ട് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ ഇടാന്ന് പറഞ്ഞ രീതിയിൽ സൂപ്പർസ്റ്റിഷൻ അല്ല ഞാൻ പറയണത്, മനസ്സിലായി, ഒരു പ്രാക്ടിക്കലി അങ്ങനെ പോകാം എന്നുള്ള രീതിയിൽ അങ്ങനെയായിരുന്നു. ഒരുപാട് അനിശ്ചിതത്വങ്ങളുള്ള ഒരു മേഖലയാണ്. ഏത് ലെവലിൽ വെച്ച് വേണമെങ്കിലും തിയേറ്റർ റിലീസിന്റെ തൊട്ട് മുന്നേ വരെയും പലതും സംഭവിക്കാമെന്നുള്ളത്. അതെ, നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടക്കണമെന്നില്ല. കിഷ്കിന്ധാകാന്ഡം എന്നതാണ് ഈ സിനിമയുടെ ടൈറ്റിൽ. ഈ ടൈറ്റിലിനെ സംബന്ധിച്ച് ഈ സിനിമ പുറത്തിറങ്ങി വെൽ അപ്രീഷിയേറ്റഡ് ആയതിനു ശേഷം യൂട്യൂബ് ചാനൽസിൽ പല പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ പല യൂട്യൂബേഴ്സും അവരുടേതായ വ്യാഖ്യാനങ്ങൾ അതിനകത്ത് ഇടുന്നുണ്ട്. താങ്കൾ സിനിമയിൽ കംപ്ലീറ്റ് ആയിട്ട് പ്രേക്ഷകർക്ക് അത്തരത്തിൽ സ്പേസ് ഇട്ടുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് നരേറ്റീവ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ടൈറ്റിലേക്ക് വരുമ്പോൾ കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്നത് രാമായണത്തിലെ 4ാമത്തെ കാണ്ഡം, വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ്. അലിഞ്ഞുതിരിഞ്ഞ രാമൻ സുഗ്രീവനെ കാണുന്നതും പിന്നെ അവിടെ നിന്ന് സുഗ്രീവനുമായിട്ട് സന്ധി ചെയ്യുന്നതും ബാലിവധം വരുന്നതും, അങ്ങനെ അത്തരത്തിലുള്ള പല പല ക്യാരക്ടേഴ്സിൻ്റെ ലെയേഴ്സ് അന്വേഷിച്ച് പോകുമ്പോൾ ഈ ക്യാരക്ടേഴ്സിൻ്റെ ലെയേഴ്സിലും ഉണ്ടാവുന്നു. അത് മനഃപൂർവ്വമായിരുന്നോ അതോ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിരുന്നോ? ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ചർച്ചകൾക്കോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻ്റർപ്രിട്ടേഷൻ വ്യാഖ്യാനങ്ങൾക്കോ വഴിവെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടൈറ്റിൽ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്, ഇത് മാത്രം തന്നെ എല്ലാവരും വിചാരിക്കാൻ പാടുള്ളൂ, അങ്ങനെ അല്ലാതെ കുറച്ചുകൂടി ലിബറലായിട്ട് എല്ലാവരും അവരവരുടെ തോട്ട് പ്രോസസ്സും കൂടി ഇതിലേക്ക് ഇടട്ടെ. അപ്പോഴാണ് ഇതിന് കുറച്ചും കൂടെ കണ്ടന്റുകൾക്ക് ഗ്രോത്ത് ഉണ്ടാവുക. ഇൻ്റർപ്രിട്ടേഷൻസ് വരുമ്പോഴാണല്ലോ ഗ്രോത്ത്, ഡെപ്ത്, ലെയേഴ്സ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അത് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് എന്നോ ഇട്ടൊരു പേര് നമ്മൾ ഇന്നും ആൾക്കാർ പറയാം പേര് കൊള്ളാം കേട്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ പേരിട്ടത്, ഇന്നതുകൊണ്ടാണോ ആ പേരിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയായിരുന്നു ശരിക്കും ഉദ്ദേശിച്ചത്. കാരണം നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് 3 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ അനൗൺസ് ചെയ്ത് ഓൾമോസ്റ്റ് 3 ഇയേഴ്സിനോട് അടുപ്പിച്ചാണ് ഇപ്പോൾ റിലീസാകുന്നത്. അപ്പോൾ അനൗൺസ് ചെയ്തിട്ട് ഈ 3 വർഷത്തിൻ്റെ ഇടയിൽ ഇത് എയറിൽ നിൽക്കണമല്ലോ, നമുക്കിതിൻ്റെ മറ്റ് കണ്ടന്റുകളൊന്നും പുറത്തേക്ക് വിടാനില്ല. അപ്പോൾ ഈ ടൈറ്റിൽ കൊണ്ട് തന്നെ ഇതൊരു കൈൻഡ് ഓഫ് കുറച്ച് പേരെങ്കിലും സംസാരിക്കുന്നത് ഇങ്ങനൊരു ടൈറ്റിൽ കേട്ടു, എന്ത് പടമാണ്, എന്തിനെ കുറിച്ചാണ് സിനിമ എന്നുള്ള തമ്മിലുള്ള സിനിഫൈൽസ് ആരെങ്കിലും പരസ്പരം ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കെങ്കിലും ഒരു സീഡ് ഉണ്ടാവും, ഒരു വിത്തിടുക എന്നുള്ള രീതിയിൽ മാത്രമാണ് ഉദ്ദേശിച്ചത്. ഞാനായിട്ടൊരു പർട്ടിക്കുലർലി വ്യാഖ്യാനം ഇന്നത് മാത്രമാണെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. 2-3 പോസിബിലിറ്റീസ് ഞാൻ ആലോചിച്ചു. വേണമെങ്കിൽ ഇങ്ങനെയും റീഡ് ചെയ്യാം, വേണമെങ്കിൽ ഇങ്ങനെയും റീഡ് ചെയ്യാം. ലിറ്ററലി മങ്കി ഇൻഹെബിറ്റൻ്റ് ആയിട്ടുള്ള ഒരു നാട് എന്നുള്ള രീതിയിൽ ലിറ്ററലായിട്ട് ഉദ്ദേശിക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ ഉദ്ദേശിക്കുന്ന 3 വൈസ് മങ്കീസ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചത് ഈ 3 ക്യാരക്ടേഴ്സിൻ്റെയാണ്. അപ്പോൾ ഈ 3 ക്യാരക്ടേഴ്സിൻ്റെ മെൻ്റൽ റെലംനെ ഡിനോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെറ്റഫറിക്കലായിട്ടുള്ള അവരുടെ മനോരാജ്യമാണ് ഈ പറഞ്ഞ കിഷ്കിന്ധാകാന്ഡം, അവർ 3 പേരുടെ എന്നുള്ള രീതിയിലും ആവാം. ഇത് രണ്ടുമായിരുന്നു ഇത്. പിന്നെ മൾട്ടിപ്പിൾ ഓക്കെ രാമായണമായിട്ട് കണക്ട് ചെയ്യണം, അങ്ങനെയും കുറച്ച് സാധ്യതകളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ചിലർ അങ്ങനെയും കയറി പിടിച്ചോളും. നമുക്കിതൊരു പ്രിയഗാനങ്ങളും കൂടി അവതരിപ്പിക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ഒരു ഇഷ്ടഗാനം പറഞ്ഞാൽ ഏതായിരിക്കും എന്ന് ആദ്യം പറയാം. ഞാനൊരു കടുത്ത AR റഹ്മാൻ ആരാധകനാണ്. അതുകൊണ്ട് ആദ്യത്തെ എല്ലാ പുകഴും ഇരവനുക്കെ എന്ന് പറയുന്ന അഴകിയ തമിഴ് മകനിലെ പാട്ട്. ഇതിൻ്റെ പുകഴും ഇരവിനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ഒരു പാട്ട്? ഏതൊക്കെ അങ്ങനെ ഉദ്ദേശിക്കാം. എൻ്റെ മനസ്സിൽ എപ്പോഴും അത് ഉണ്ടാവാറ്. ഞാൻ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പിച്ചിങ്ങിന് പോകുമ്പോൾ ഈ പാട്ട് ഞാൻ ഇയർഫോണിൽ കേട്ടിട്ടാണ് പോകുക. ഇത് മാത്രം കേൾക്കും. അതിനകത്ത് വളരെ മനോഹരമായ മറ്റൊരു വരിയുണ്ട്, എന്ത് വേർവയ്ക്കും വെട്രികൾ വേർവയ്ക്കുമേ, എല്ലാ വിയർപ്പിനും ഒരു കാലത്ത് വേരുണ്ടാവും എന്നുള്ള വാലിയുടെ വരികളാണ് AR റഹ്മാൻ്റെ സംഗീതം. താങ്കൾ സൂചിപ്പിച്ച പോലെ നമുക്ക് ആ പാട്ട് കേൾക്കാം. നമ്മൾ ഈ പാട്ടിന് മുന്നേ കിഷ്കിന്ധാകാന്ഡത്തിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു, ടൈറ്റിലിനെ കുറിച്ച് സംസാരിക്കുക. ആ ടൈറ്റിൽ തന്നെ ടെയിൽ ഓഫ് 3 വൈസ് മങ്കീസ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സാധാരണ ഈ 3 മങ്കീസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാവരും കണ്ണ് കെട്ടി അല്ലെങ്കിൽ കാതുപൊത്തി വാപൊത്തി ഇരിക്കുന്ന 3 കുരങ്ങന്മാരുടെ കാര്യമാണ്. ഇവിടെയും 3 പ്രധാന ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാമോ അതിനകത്ത്? ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ 3 ക്യാരക്ടേഴ്സിന് നമ്മൾ പടം കണ്ടു കഴിഞ്ഞിട്ട് ആലോചിക്കുമ്പോൾ ഈ പറഞ്ഞൊരു കണ്ടില്ല എന്ന് നടിച്ച കഥാപാത്രമുണ്ട്, എല്ലാം അറിഞ്ഞിട്ടും കേട്ടില്ല എന്ന് നടിച്ച കഥാപാത്രമുണ്ട്, ഇത് പറഞ്ഞാൽ അറിഞ്ഞതൊന്നും പറയണ്ട എന്ന് തീരുമാനിച്ച കഥാപാത്രമുണ്ട്. സോ ആ രീതിയിൽ തന്നെയാണ് 3 വിവേകമുള്ള കഥാപാത്രങ്ങൾ എന്നുള്ള രീതിയിൽ ഓൾറെഡി അങ്ങനെ ഒരു പഴങ്കഥ ഉള്ളത് കൊണ്ട് അതിനെ കൃത്യമായിട്ട് യൂസ് ചെയ്തു മാത്രം. താങ്കളൊരു സിനിമാറ്റോഗ്രാഫർ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ത്രില്ലർ സിനിമയുടെ ഒരു കളർ പാലറ്റ് ആണോ ഇതെന്ന് എനിക്ക് സംശയമുണ്ട്. സാധാരണ വേറൊരു രീതിയിലൊരു കളർ പാലറ്റാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഗ്രീനറിയുള്ള, പ്രത്യേകിച്ച് ഒരു കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്താണ് കൂടുതലും ഈ സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ അതെല്ലാം മനഃപൂർവ്വമായിരുന്നു. ഈ ടിപ്പിക്കൽ ത്രില്ലർ ഫോമാറ്റ് കളർ ടോൺ പരിപാടി ത്രില്ലറാണോ എന്നാൽ അത് ഇങ്ങനെ വേണം കേട്ടോ എന്ന് പറയുന്ന കീഴ്വഴക്കങ്ങൾ പാലിക്കേണ്ട. ഇതിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യത്തിലും അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കഥയാണോ, ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു മ്യൂസിക് ആണോ വേണ്ടത് എന്നാൽ ആ മ്യൂസിക് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ടൈപ്പ് ഓഫ് ഷോട്ടുകളാണോ വേണ്ടത്, ഇവിടെ ഇങ്ങനെ ഒരു ട്രാക്ക് ഷോട്ട് വേണോ, ക്രെയിൻ ഷോട്ട് വേണോ എന്നാണ് അതിൻ്റെ പരമ്പരാഗത ഒരു രീതിശാസ്ത്രം വെച്ചിട്ടുള്ളതെങ്കിൽ അത് ചെയ്യരുത്, വേറെ എന്തെങ്കിലും ചെയ്യുക.
അങ്ങനെ കോൺട്രാസ്റ്റ് കളിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വിഷ്വൽസ് ആയാലും നമ്മളായിട്ടിത് ത്രില്ലർ എന്നുള്ളൊരു ഡെലിബറേറ്റ്ലി ഫീഡ് ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനെ ടോൺ കൊടുക്കണ്ട, അങ്ങനെ പ്രത്യേകിച്ചൊരു വിയേർഡായിട്ടുള്ള ആംഗിളുകളിൽ നിന്നുള്ള ഷോട്ടുകൾ വേണ്ട. കഥ പറയുക, ജസ്റ്റ് ടെൽ ദ സ്റ്റോറി, ലെറ്റ് ദ ഓഡിയൻസ് ഡിസൈഡ് എന്ത് വേണം, ഇത് ഏത് ജോണറായിട്ട് അവർക്ക് ഫീൽ ചെയ്യണം എന്നുള്ളത് അവർ തീരുമാനിക്കണം. എനിക്ക് പറയാനുള്ളത് ഒരു ഡ്രാമയാണ്, ഒരു ഫാമിലി ഡ്രാമയാണ്. അതിലുള്ള ആൾക്കാരുടെ ഡിലേമകളാണ്, മനസ്സിലുള്ള കോൺഫ്ലിക്റ്റുകളാണ്. അത് ചിലപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ത്രില്ലർ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ആ രീതിയിൽ തന്നെ പെർസീവ് ചെയ്യാൻ പറ്റണം എന്നില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സസ്പെൻസ് ത്രില്ലർ എന്ന് പറഞ്ഞിട്ട് പേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അടങ്കലായിട്ട് അങ്ങനെ കൽപ്പിക്കാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ഒരേ പ്രൊഡിക്ഷൻ സെൻസ് അല്ല. ചിലർക്കൊക്കെ മുൻകൂട്ടി പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും, ചിലർക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റും, ഇത് കഴിഞ്ഞ് ഇങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെ പ്രോമിസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലിവിടെ സസ്പെൻസ് എനിക്ക് നേരത്തെ മനസ്സിലായല്ലോ എന്നുള്ള രീതിയിൽ അവർ ഒബ്ജക്റ്റ് ചെയ്യല്ലോ. ഓഡിയൻസ് പലരും ഒരു ചലഞ്ചിങ് മെന്റാലിറ്റിയോട് കൂടി ആയിരിക്കുമല്ലോ സിനിമ കാണുക. എന്നെ ഒന്ന് ഇഷ്ടപ്പെടുത്തൂ, അല്ലെങ്കിൽ എന്നെ സർപ്രൈസ് ചെയ്യിക്കൂ എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള പ്രോമിസുകൾ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളൊരു ഡ്രാമ പറയുക, അത് സസ്പെൻസ് ആയിട്ട് തോന്നുന്നവർക്ക് അങ്ങനെ തോന്നിക്കോട്ടെ, ഇല്ലാത്തവർക്ക് ഒരു ഫാമിലി ഡ്രാമയായിട്ട് കണ്ടിരിക്കുക എന്നുള്ളത്. അതുകൊണ്ടൊരു ന്യൂട്രാലിറ്റി എല്ലാത്തിലും കീപ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു. പിന്നെ ഈ പറഞ്ഞൊരു ഫാൻസി ഗിമിക്കുകൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാലപരിധി ഉണ്ട് അതിന്. അപ്പം അങ്ങനെ ഇല്ലാതെ ടൈംലെസ് ആയിട്ട് നിൽക്കാൻ പറ്റിയാൽ എത്രത്തോളം അറിഞ്ഞുകൂടാ, പക്ഷെ പറ്റാവുന്നിടത്തോളം അതിനൊരു ടൈംലെസ് പരിപാടി വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഷോർട്ട് സെലക്ഷനിലായാലും കളക്ടോണിലായാലും ഒക്കെ അത് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 80s ചില പടങ്ങൾ, ഇപ്പോൾ ആരണ്യകം എന്നുള്ള പടങ്ങൾ, അല്ലെങ്കിൽ ഉത്തരം എന്നുള്ള പടം, താഴ്വാരം, ഈ സിനിമകൾ, മണിച്ചത്ത് താഴ് വേണമെങ്കിൽ അത് നോക്കാം. ഇതൊന്നും അധികം ഒന്ന് കാലഹരണപ്പെട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ടൈംലെസ് ക്വാളിറ്റി അതിനൊക്കെ ഉണ്ട് എല്ലാ രീതിയിലും. അതിൻ്റെ മേക്കിംഗ് രീതിയിലായാലും ദൃശ്യങ്ങൾക്കായാലും. അത് അവരെ ഒത്തിരി ഗിമിക്കുകൾ അതിലേക്ക് പോവാതെ കൃത്യമായിട്ടൊരു സ്റ്റാൻഡേർഡ് വേ ഓഫ് സ്റ്റോറി ടെല്ലിങ്ങിൽ അവർ ചെയ്തുകൊണ്ടായിരിക്കുക എന്നുള്ള ഇതിൽ എപ്പോഴും തോന്നാറുണ്ട്. നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ അതൊക്കെ കണ്ടിട്ടുള്ള ഇൻസ്പിറേഷൻ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓണസ്റ്റായിട്ട് പോകാമെന്നുള്ള രീതിയിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പൊതുവേ ഒരു ഏത് തരത്തിലുള്ള കഥ പറച്ചിലായാലും, പ്രത്യേകിച്ച് ഡ്രാമയാകുമ്പോൾ ആദ്യത്തെ ഒരു 20 മിനിറ്റ് വളരെ ക്രൂഷ്യലാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ തുടക്കക്കാരായിട്ടുള്ള എഴുത്തുകാർ ഈ 20 മിനിറ്റിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. താങ്കൾ അവിടെ വളരെ ലൂസായിട്ട് ആൾക്കാരെ ഇതിനകത്ത് എപ്പോഴയോ ഈ കഥയ്ക്കകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എപ്പോഴാണ് നമ്മൾ ഈ കഥയ്ക്കുള്ളിലാകുന്നത് എന്ന് പോലും ഞങ്ങൾ പ്രേക്ഷകർ അറിയുന്നില്ല. അത് എങ്ങനെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ പൊളിക്കണം, അങ്ങനെ ഒരു രീതിശാസ്ത്രം വേണ്ട, അതിങ്ങനെ പറയുക എന്നുള്ള ഒരു ഇത് മാത്രം തന്നെയായിരുന്നു അതിനെ ലീഡ് ചെയ്തിരുന്നത്? ഒന്നാമത്തെ കാരണം ഇതിൻ്റെ രീതിശാസ്ത്രങ്ങളൊന്നും എനിക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു. ഞാൻ പ്രൊഫഷണൽ എഴുത്തുകാരനല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കഥ ഇങ്ങനെ വേണം, അങ്ങനെ വേണം എന്നുള്ള ഇപ്പോൾ യൂട്യൂബ് ട്യൂട്ടോറിയലുള്ള ഹൗ ടു റൈറ്റ് എ സ്ക്രീൻ പ്ലേ, സ്ക്രിപ്റ്റിന് ഇത്ര സ്ട്രക്ചേഴ്സാണ് ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അത് ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. കാരണം ഇതൊക്കെ അറിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പാരാമീറ്റേഴ്സ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാരാമീറ്റേഴ്സ് നമ്മൾ പാലിക്കുന്നുണ്ടോ, ഈ റൂളിൽ പറഞ്ഞത് പ്രകാരം ഇത്രാമത്തെ മിനിറ്റിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ, അവസാനത്തോടെ എടുക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്ലറിക്കൽ പണിയായിട്ട് ചിലപ്പോൾ അത് മാറും എന്നെനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് വേണ്ട, ഫ്രീ സ്റ്റൈലായിട്ട് നമുക്ക് തോന്നുന്ന പോലെ ജസ്റ്റ് മനസ്സിനെ, ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യുക, ഇൻസ്റ്റിങ്ക്റ്റ് അനുസരിച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ. ഒരാൾ ഇപ്പോൾ ഒരു ലിറ്ററേച്ചർ എഴുതുന്ന ഒരാൾ ചിലപ്പോൾ ചെറുകഥ എഴുതുമ്പോൾ ഒന്നിനും ബോദർ ചെയ്യേണ്ട, ഒരു നോവൽ എഴുതുമ്പോൾ ഒന്നും ബോദർ ചെയ്യാതെ വളരെ ഫ്രീ മൈൻഡായിട്ട് എഴുതുന്ന ആൾക്കാരില്ലേ. അപ്പോൾ അവരൊക്കെ ആസ്വദിക്കുന്ന ഒരു ഫ്രീഡവും ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാവില്ല. ഫ്രീഡം അല്ല, അവർക്ക് ആ പണി അവർ തന്നെ ആസ്വദിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് തന്നെ ഞാനിപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സിനിമ ആവുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ അപ്പോൾ ഒന്നും ഉദ്ദേശിക്കണില്ല. ആരുടെ ഇത് മുൻകൂട്ടി പറഞ്ഞു വെച്ചിട്ടുമില്ല. എഴുതി പൂർത്തിയാക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം, അതും വായിക്കാൻ കൊള്ളാവുന്നൊരു കണ്ടന്റായി മാറുകയാണെങ്കിൽ മാത്രം ആരിലേക്കെങ്കിലും പിച്ച് ചെയ്യുക എന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ എനിക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ഞാൻ അതിനുവേണ്ടി ചിലവാക്കുന്ന സമയം ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ വിധ രീതിശാസ്ത്രങ്ങളും നിയമങ്ങളും ഒന്നും സ്വയം അടിച്ചേൽപ്പിക്കാണ്ട് ഫ്രീ ആയിട്ട് അങ്ങോട്ട് പോവുക. ഈ എഴുത്തിന്റെ ഒരു പകുതി എഴുതി പൂർത്തിയാക്കിയതിന് ശേഷം അച്ഛനെ വായിക്കാൻ കൊടുത്തു. അദ്ദേഹത്തിന്റെ റിയാക്ഷൻ എടുത്തിട്ട് അതല്ലാതിരിക്കാൻ ആണ് ബാക്കി സെക്കൻഡ് ഹാഫിൽ ശ്രമിച്ചത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതങ്ങനെ മനഃപൂർവ്വം എന്താണ് സാധാരണ പൊതുവെ നമ്മളെ വിശ്വാസമുള്ളവരുടെ ഇൻപുട്സ് എടുത്തിട്ട് അതും കൂടി ചേർത്താണ് സാധാരണ കഥ വികസിപ്പിക്കുക. ഇവിടെ താങ്കൾ നേരെ തിരിച്ചാണ് ചിന്തിച്ചിരിക്കുന്നത്. പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള കുറച്ച് റീഡേഴ്സ് നമ്മുടെ വീട്ടുകാർ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അച്ഛൻ, ഭാര്യ, അമ്മ, ഏട്ടൻ, ഇവരൊക്കെ തന്നെയാണ് ഞാൻ ആദ്യം വായിക്കാൻ കൊടുക്കുക. ഇപ്പോൾ പണ്ട് സ്കൂൾ കാലഘട്ടം തൊട്ട് ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതി കഴിഞ്ഞാലും ഇവർക്ക് തന്നെ വായിക്കാൻ കൊടുക്കുക. അപ്പോൾ ആ രീതിയിലുള്ള എൻ്റെ ഫസ്റ്റ് പ്രഷർ എന്നുള്ള ഇതിലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ അച്ഛന് വായിക്കാൻ കൊടുത്തു. അച്ഛന് വായിക്കാൻ കൊടുത്തിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള രീതിയിലാണ്. അച്ഛൻ ഒരുപാട് സിനിമകൾ കാണുന്ന ആളാണ്, ഒരുപാട് ബുക്കുകൾ വായിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തൊക്കെ സാധ്യതകൾ തോന്നുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പലവിധ സാധ്യതകളും, ഇതിങ്ങനെ പോയിട്ട് അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ആവുന്ന രീതിയിലും ആവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 ഓപ്ഷൻസ് പറഞ്ഞു അൽഗരിതം വെച്ചിട്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞത് ഒന്നും ആവരുത് എന്നുള്ള രീതിയിൽ അപ്പോഴേ തീരുമാനിച്ചത്. എൻ്റെ ഇൻറ്റൻഷൻ വാസ് ടു
അച്ഛനെ ഇത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വായിക്കാൻ കൊടുക്കുമ്പോൾ അച്ഛനെ സർപ്രൈസ് ചെയ്യുക. അത്രമാത്രം അച്ഛൻ പ്രതീക്ഷിക്കാത്തൊരു സെക്കൻഡ് ഹാഫ് അച്ഛന് വായിക്കാൻ കൊടുക്കുക. അതിന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, അച്ഛൻ ഓൾറെഡി പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞ് എന്നാൽ അത് ചെയ്യാണ്ടിരിക്കാമല്ലോ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സെക്കൻഡ് ഹാഫിലും നമ്മുടെ തമിഴ് ആക്ടർ രവി സാർ, നിഴൽക്കൽ രവി സാർ വരുന്ന ആ ഡോക്ടർ അമൃതലാൽ വരുന്നൊരു സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ കാരണം കൊണ്ട് മാത്രം ഉണ്ടായതാണ്. കാരണം സെക്കൻഡ് ഹാഫ് എഴുതി പോകുമ്പോൾ അച്ഛൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഇപ്പം നടക്കണമല്ലോ എന്നുള്ള ഇതിൽ ആലോചിക്കുമ്പോഴാണ് അന്ന് ഇങ്ങനൊരു ക്യാരക്ടറിനെ കൊണ്ടുവരാം. ഇതൊരിക്കലും ഒരാൾ എക്സ്പെക്ട് ചെയ്യില്ല ഫസ്റ്റ് ഹാഫ് വായിക്കണം, കാരണം ഫസ്റ്റ് ഹാഫിൽ ആ ക്യാരക്ടർ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ എഴുതിപ്പോയി. അതിന് എഴുതിപ്പോയിട്ട് പിന്നെ കംപ്ലീറ്റ് ആയതിനു ശേഷം ഓക്കെ ഇയാളെ സെക്കൻഡ് ഹാഫിൽ മാത്രമുള്ളൊരു പെട്ടെന്നുള്ളൊരു അപ്പിയറൻസ് ആവാതിരിക്കാൻ പുള്ളിയുടെ ചില ഇൻസേർട്ടുകൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ആ തീരുമാനങ്ങൾ എടുക്കുന്നത്. നമുക്ക് ഒരു പാട്ടിന് സമയമായി. അടുത്ത ഏത് പാട്ടായിരിക്കും? ഡൽഹി 6 മസാക്കലി. വീണ്ടും റഹ്മാൻ പാട്ടാണ്. നമുക്ക് എന്തായാലും മസാക്കലി എന്നുള്ള പാട്ട് കേൾക്കാം. നമ്മൾ കിഷ്കിന്ധാകാന്ഡത്തിലേക്ക് അതിൻ്റെ പ്രോസസ്സിലേക്ക് വരുമ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചൊരു വാക്കുണ്ട്, അൽഗോരിതം. പൊതുവേ നമ്മൾ ഇപ്പോൾ ഈ OTT കൂടി വന്നതോടുകൂടി നമ്മുടെ കൺസ്യൂം ചെയ്യുന്ന വിഷ്വൽ കണ്ടന്റിൽ ഏറ്റവും കൂടുതൽ ത്രില്ലേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ത്രില്ലർ ജോണറിൽ ഒരു കാര്യം പറഞ്ഞ് പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായൊരു കാര്യമല്ല. താങ്കൾ അതിന് ശ്രമിച്ചിട്ടുമില്ല. പക്ഷേ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെവലിൽ ഈ ഒരു കഥ പറഞ്ഞു പോകുമ്പോൾ ഇത്രയും കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന ഒരു ഓഡിയൻസിൻ്റെ അടുത്താണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊരു പേടി എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ബോധപൂർവ്വം ചിന്തിക്കാതിരുന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻസെക്യൂർഡോ. അപ്പോൾ ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ ഇങ്ങനെയൊക്കെ ചെയ്യണോ? പൊതുവെ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഓക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാനാണോ ഇൻറ്റൻറ്റ് ചെയ്തിലാണോ ഇറങ്ങി പുറപ്പെട്ടത് ആ സംഗതി നമ്മൾ ചെയ്യാതെ നമ്മൾ അവർക്ക് ഇതായിരിക്കും വേണ്ടതെന്നുള്ള തെറ്റായ ധാരണയിൽ നമ്മൾ പലതും ചെയ്ത് കാട്ടിക്കൂട്ടും. അപ്പോൾ അവർക്കും അതായിരിക്കില്ല വേണ്ടത് നമ്മൾ. അപ്പോൾ ഇത് ആർക്കും അല്ല, ആരുടെയും അല്ലാത്തൊരു പ്രൊഡക്റ്റായിട്ട് ഇത് മാറും. സോ അങ്ങനെ വേണ്ട, നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യം നമ്മളെന്താണ് ഒറിജിനലി ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു. അപ്പോൾ അത് ആ വഴിക്ക് ഞാൻ ചിന്തിക്കാതേ പോയിട്ടില്ല. അത് പറയുമ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗ്സിൻ്റെ സിൻടാക്സ് ആണ്. അതിന് താങ്കൾ റെഫറൻസ് ആയിട്ട് പരിണാമത്തിനെയാണ് എടുത്തിരിക്കുന്നത്, MP നാരായണപിള്ളയുടെ പരിണാമം. അത് ഇറങ്ങിയ കാലത്ത് അന്നത്തെ പത്രങ്ങളുടെ മുൻ പേജിലെ വിവാദ വാർത്തയായിരുന്നൊരു പുസ്തകം കൂടിയാണ്. എന്തുകൊണ്ടാണ് പരിണാമം? ഈ ഡയലോഗ് സിൻടാക്സിനുള്ള റെഫറൻസ് ആയിട്ട് പരിണാമം എടുത്തിട്ടില്ല. ഡയലോഗ്സായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. പരിണാമം എനിക്ക് ഭയങ്കര ഒരു സിനിമ പോലെ എൻഗേജിങ് ആയിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു നോവലായിരുന്നു. അത് ഞാൻ എത്ര തവണ ഇപ്പോൾ വായിച്ചെന്ന് പറഞ്ഞാൽ ഓരോ തവണ വായിക്കുമ്പോൾ ഇപ്പോഴും പുതിയ റീഡിങ് അതിൽ നിന്ന് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം വായിച്ചത് ഇത് 2016 ഞാൻ വായിക്കണേ. അപ്പോൾ ഞാൻ വായിച്ചിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ത്രില്ലിംഗ് കഥ എന്നുള്ള രീതിയിൽ ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ ഈ നോവലൊന്ന് വായിച്ചു നോക്ക്, ഗംഭീര നോവലാണെന്ന് അച്ഛൻ വായിച്ചു. വീട്ടിൽ തന്നെ ഉണ്ട് ഞാനോ. അപ്പം അച്ഛനിത് വായിക്കുന്നുണ്ട്. അച്ഛൻ വായിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട്, ഭയങ്കര രസിച്ച് ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചാൽ എവിടേക്കാണ് ചിരിക്കുന്നത് കേട്ടല്ലോ, എന്താണ് സംഗതി എന്ന് വെച്ചാൽ. അപ്പം അച്ഛൻ അതിൽ ഒരുപാട് സക്കാസം ബ്ലാക്ക് ഹ്യൂമർ പരിപാടികളൊക്കെ ഒത്തിരി അച്ഛൻ റീഡ് ചെയ്യാൻ പറ്റും. അച്ഛൻ ഈ പറഞ്ഞ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന ആളായതുകൊണ്ട് അന്നത്തെ കണ്ടംപററി പൊളിറ്റിക്സ്, സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസും അന്നത്തെ പൊളിറ്റിക്സിലുണ്ടായ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം അതിനൊക്കെ എനിക്കത് അറിയില്ല. ഞാൻ അതിന് ശേഷം വന്നൊരു ജനറേഷനാണ്. പിന്നെ എനിക്ക് പൊതുവെയുള്ള അറിവ് കുറവുകൊണ്ടും കൂടി ആയിരിക്കും, എനിക്കതൊന്നും അറിയില്ലായിരുന്നു. അപ്പം പിന്നെ അച്ഛൻ ഇൻ്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞാൽ ഇത് ഈ സ്ഥലത്ത് ഇതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അത് അന്നത്തെ ഈ ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ഓഹോ ഇങ്ങനെയൊക്കെ റീഡിങ് ഉണ്ടല്ലേ. എന്നിട്ട് ഞാൻ നോവൽ വീണ്ടും ഒരു തവണ വായിക്കുമ്പോഴേക്കും ആദ്യം വായിച്ച നോവലേ ആയിരുന്നില്ല രണ്ടാമത്തെ തവണ വായിച്ചപ്പം. അപ്പോൾ ഈ രീതിയിൽ മൾട്ടിപ്പിൾ ഇൻ്റർപ്രിട്ടേഷൻസിന് അത് ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിന് അവരുടേതായ രീതിയിൽ റീഡ് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു കണ്ടന്റാണത് അല്ലേ. എനിക്കിപ്പോൾ പറഞ്ഞാൽ എനിക്ക് അന്നത്തെ ചരിത്രം കാര്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു റീഡിങ് ഉണ്ടാക്കി വെച്ചു. ചരിത്രം അറിയുന്ന അച്ഛൻ അച്ഛൻ്റെതായ രീതിയിൽ അത് റീഡിങ് ഉണ്ടാക്കി. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഏത് ഫോമിലായാലും, അത് ലിറ്ററേച്ചർ ആയാലും സിനിമ ആയാലും ഒക്കെ. അസാമാന്യമായ പെർഫോമൻസുകളുടെ ഒരു സിനിമ കൂടിയാണിത്. ഇപ്പോൾ വിജയരാഘവൻ ആയാലും ആസിഫ് അലി ആയാലും അപർണയായാലും. വിജയരാഘവൻ എന്ന് പറയുന്ന ആക്ടറിനെ നമ്മൾ പല രൂപത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇങ്ങനെ ചില മാനറിസംസ് ഇടുന്ന ഒരു മറന്നുപോകുന്ന ഒരാളാണ്, ഒരു വയസ്സായിട്ടുള്ള ഒരാളാണ്. ഒരു പക്ഷേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അദ്ദേഹമായിരിക്കുമോ വില്ലൻ എന്ന് നമുക്ക് തോന്നാം. അങ്ങനെ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ പല പല ലെയേഴ്സ് അവിടെ ഉണ്ടായിരിക്കുമ്പോഴും നമുക്ക് അദ്ദേഹത്തിനോട് ഒരു സീനിയർ സിറ്റിസനോട് തോന്നുന്ന ബഹുമാനവും സ്നേഹവും സിമ്പതിയും ഒക്കെ ഫീൽ ചെയ്യുകയും ഒക്കെ ചെയ്യും. ക്യാരക്ടർ അദ്ദേഹത്തിന് പറയുമ്പോഴുള്ള അദ്ദേഹം അതെങ്ങനെയായിരുന്നു എടുത്തത്, റിയാക്ട് ചെയ്തെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ടാണ് ഡീറ്റെയിൽ ആയിട്ടാണ് സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്തത്. ചുരുക്കി പറയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കോട്ടയത്തുള്ള ഒളശ്ശേലുള്ള വീട്ടിൽ പോയിട്ട് 2-2.5 മണിക്കൂർ എടുത്തിട്ട് ഡീറ്റെയിൽ സ്ക്രിപ്റ്റ് ആയിട്ട് അത് എല്ലാവരും എടുത്തോട്ടെ, ആസിക്കർ എടുത്താലും അപർണ എടുത്താലും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. കാരണം നമ്മൾ എന്താ ഉദ്ദേശിക്കണം എന്നുള്ളത് ഇപ്പം തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുക. അല്ല നമ്മൾ അറ്റപ്പറ്റയായിട്ട് അബ്സ്ട്രാക്റ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൺസീവ് ചെയ്യുന്ന വേറൊന്നായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഷൂട്ട് തുടങ്ങാനാകുമ്പോൾ അന്ന് നീ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നത് എന്ന് പറയുന്ന ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ വരരുത്. അപ്പോൾ എന്തൊക്കെ ഉദ്ദേശിക്കണം മൊത്തം ഇപ്പം പറയാം എന്നുള്ള രീതിയിലായിരുന്നു ഉദ്ദേശിച്ചത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് പ്രസൻറ്റേഷനിൽ തന്നെ
എനിക്ക് എന്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടോ അതെല്ലാം അങ്ങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ഇവർക്ക് സ്ക്രിപ്റ്റ് വായിക്കാനും കൊടുക്കുക. പിന്നെ അവരുടെ ഒരു ഒറിജിനൽ ഇൻ്റർപ്രിട്ടേഷൻസ് ആയിരിക്കുമല്ലോ അതിൽ നടത്തുക. അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാവണം. പിന്നെ നമ്മൾ ഒരുപാട് ഇടപെടാൻ പോകരുത്. അതുകൊണ്ട് ആ ഫസ്റ്റ് പ്രസൻറ്റേഷൻ, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയില്ല. എന്ന് പറഞ്ഞാൽ ഇംപ്രഷൻ്റെ കാര്യമല്ല, ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ദ പെർഫെക്റ്റ് ഇൻറ്റൻറ്റഡ് കമ്മ്യൂണിക്കേഷൻ. എന്താണോ കമ്മ്യൂണിക്കേറ്റ് ഉദ്ദേശിക്കണം അത് ആ രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കണം. പിന്നെ നമുക്ക് അവരോട് ഡിസ്കസ് ചെയ്തിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ള ഇതിലായിരുന്നു. അപ്പോൾ കുട്ടിയേട്ടനായിട്ട് ഈ രീതിയിലുള്ള ഭയങ്കര ശ്രദ്ധയോടെ ഇരുന്ന് കേട്ട് കൃത്യമായ ഇടവേളകൾ എന്താ അങ്ങനെ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മൊത്തം പറഞ്ഞു കേട്ടിട്ട് അങ്ങനെ ഭയങ്കര ആസ്വദിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്നൊരു ചെറിയ വിരുന്നൊക്കെ തന്നിട്ടാണ് അന്ന് വിട്ടത്. കുട്ടേട്ടൻ പറഞ്ഞ കുറച്ച് ഇൻപുട്ട്, ഞങ്ങൾ കുട്ടേട്ടൻ എന്നാണ് വിളിക്കുക ജയരാൻ ചേട്ടന്. കുട്ടേട്ടൻ പറഞ്ഞ കുറച്ച് ഇൻപുട്ടുകളായിരുന്നു ഈ നേരത്തെ പറഞ്ഞല്ലോ അമൃതലാൽ എന്ന് പറഞ്ഞ ഡോക്ടർ ക്യാരക്ടർ. അത് ഒറിജിനൽ സ്ക്രിപ്റ്റിൽ ഹിന്ദിക്കാരനായിരുന്നു. അപ്പോൾ കുട്ടേട്ടൻ പറഞ്ഞു ആ സീൻ നല്ല സീനാണ്, ആ ആളെ തമിഴാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഓഡിയൻസിലേക്ക് റീച്ച് കിട്ടുമായിരിക്കും, മലയാളി ഓഡിയൻസിലേക്ക്, അതൊന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കിയപ്പോൾ ശരിയാണ്, പുള്ളിയുടെ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ഒരു വിഷനും കൂടെയാണല്ലോ. കൂടുതൽ നമുക്കും അത് തന്നെയാണല്ലോ, കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ആവുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് അങ്ങനെ ചെയ്തു. പിന്നെ കുട്ടേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം ഡയലോഗ്സ് പറയാത്ത രീതിയിലുള്ള ക്യാരക്ടർ ആവുക, മിതമായ വാക്കുകൾ എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ പോകാം എന്നുള്ള രീതിയിലൊക്കെ പുള്ളിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ പുള്ളി അത് പ്രത്യേകം എടുത്ത് ഇത് ഞാനിത് സബ് കോൺഷ്യസ്ലി അറിയാണ്ട് ചെയ്തു പോകുന്നതാണ് ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ. പക്ഷെ കുട്ടേട്ടൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു തമ്പ് റൂളായിട്ട് മനസ്സിൽ കിട്ടി. ആ ശരിയാണ്, അപ്പോൾ പിള്ള മിതഭാഷി, അധികം വാക്കുകൾ എപ്പോഴും ചേർന്ന് ഒരുപാട് പറയാതെ ആവശ്യത്തിന് മാത്രം പറയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെയാണ് പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് സ്വയം ബോധം വന്നു. അപ്പോൾ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ചിലപ്പോൾ ഇംപ്രോവൈസേഷൻ്റെ ഭാഗമായിട്ട് ഷൂട്ടിൻ്റെ സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ സ്പൂൺ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രീതിയിൽ ഓവർ ഡീറ്റെയിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കൂടുതൽ എഴുതി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടേട്ടൻ ഈ പറഞ്ഞ തമ്പ് റൂൾ മനസ്സിൽ കിടക്കണമുണ്ട് ഇങ്ങനൊരു കൺസേൺ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. പുപ്പിള ഈസ് ഓൾവേസ് ഷോർട്ട് സ്പോക്കൺ. ഇനി അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് അപർണയുടേതാണ്. ഇപ്പോൾ ഏതൊരു വീട്ടിലെയും പോലെ കല്യാണം കഴിച്ചു വന്ന വീട് സ്വന്തം വീടാക്കി മാറ്റുന്ന ഒരു മലയാളി വീട്ടമ്മ എന്നുള്ള രീതിയിൽ ഒരു സൂപ്പർ സ്റ്റാർഡം ഉള്ള അപർണയെ ആലോചിക്കുന്നത് എങ്ങനെയാണ്? അപർണയെ ആലോചിക്കുന്ന ഇത് ഔട്ട് ഓഫ് ദ ബ്ലൂ പെട്ടെന്ന് നമുക്ക് റാൻഡമായിട്ട് മനസ്സിലേക്ക് വരികയാണ്. ഞാനും നിഞ്ചോട്ടം വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ അപർണയാലും എങ്ങനെ ഇരിക്കും, അപ്പോൾ മറ്റാൾ അപർണ നന്നായിരിക്കും. ഇവിടെ നാസിക്ക എടുത്ത് നമ്മൾ ചോദിക്കുന്നു, അപ്പോൾ അടിപൊളിയായിരിക്കും നാസിക്ക പറയുന്നു. അങ്ങനെയുള്ള പിന്നെ അപർണയുടെ അടുത്ത് കഥ പറയാ, അപർണയ്ക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അപർണ, അങ്ങനെയാണ് പോയത്. പിന്നെ ഈ പറഞ്ഞ ഇവരുടെ ഒരു പെയറിങ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഓരോ പടങ്ങളിൽ അതെ ജെനുവിൻലി അവർക്ക് ഇടയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും കെമിസ്ട്രിയും കാര്യങ്ങളും അതൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്നുള്ളത് കൊണ്ട് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വേറെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അത് ഈ പറഞ്ഞ അത്രയും കമാൻഡുള്ള ക്യാരക്ടേഴ്സിൽ അത്രയും കമാൻഡുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ അതായത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് ചിലപ്പം വേർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ഈ ആർട്ടിസ്റ്റുകളായിട്ട്. അപ്പോൾ സ്വയം അതൊക്കെ ആലോചിക്കാനും ഒരു മെൻ്റൽ പ്രോസസ്സിലൂടെ അതൊക്കെ പ്രോസസ്സ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷൻ അവരുടെ സൈഡിൽ നിന്നും കൂടെ തരാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലേ ഇത് നമുക്ക് നടക്കുള്ളൂ. ഒരിക്കലും നമ്മുടെ കയ്യിൽ നമുക്കത് തെറ്റായ ധാരണയാണ്, നമ്മളല്ലേ ഇത് ചെയ്തിരിക്കുന്നത്, അപ്പം നമുക്ക് കൃത്യമായിട്ട് ആരോ കിട്ടിയാലും നമുക്കത് പറഞ്ഞിട്ട് അതുപോലെ ചെയ്യിപ്പിക്കാൻ പറ്റുമല്ലോ എന്നുള്ള വെറും തോന്നലാണ്, ഒരിക്കലും പറ്റില്ല. അപർണ ഇതിനകത്ത് കാര്യമായി പ്രത്യേകിച്ച് ആ ക്യാരക്ടർ എങ്ങനെയാണ്, അയാൾ വളരെ ഷ്രൂഡാണ്, പക്ഷേ അയാളൊരു വീട്ടമ്മയാണ്. ഞാൻ ചെയ്യുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എന്ന് എൻ്റെ കുടുംബം എന്ന് പറയുന്ന അതിലോട്ട് കൺസെപ്റ്റിലോട്ട് നിൽക്കുന്ന, പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയണം, കാരണം ഇത് എൻ്റെ വീടാണ് എന്ന മറ്റൊരു ഡയലോഗിലൂടെ അത് സൂചിപ്പിക്കുന്നുകൊണ്ടാണ് അപർണയുടെ ക്യാരക്ടർ. അപ്പോൾ അത്തരത്തിലൊരു ക്യാരക്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ എന്ന് മാത്രമല്ല, ഇപ്പോൾ ആസിഫ് അലിയുടെ ക്യാരക്ടറായിട്ടുള്ള അജയനും അജയൻ്റെ രണ്ടാം ഭാര്യയായിട്ട് അപർണയുടെ ക്യാരക്ടർ വരുമ്പോഴുള്ള അവരുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഗ്രോത്തും കൂടിയുണ്ട് അതിൻ്റെ അകത്ത്. അത് തുടക്കം മുതലേ എല്ലാം പറഞ്ഞ് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയല്ല അജയൻ്റെ ഓരോരോ ഘട്ടങ്ങളിൽ അപർണയുടെ ക്യാരക്ടർ അത് അറിയേണ്ട സാഹചര്യങ്ങളിൽ അറിഞ്ഞറിഞ്ഞ് വരുന്ന ഒരു ക്യാരക്ടർ ഗ്രോത്തും കൂടിയുണ്ട്. ആ ഡിസൈൻ എങ്ങനെയാണ് ആലോചിക്കുന്നത്? അല്ല, ഇപ്പം നമ്മൾ റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ ചെയ്യുക. നമ്മളൊരു കോളേജിൽ പഠിക്കാൻ പോയിട്ട് നമ്മൾ അവിടെ ഒരു പരിചയക്കാര സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു. നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൂടെ ഒറ്റയടിക്ക് പരിചയപ്പെട്ടതിൻ്റെ രണ്ടാമത്തെ ദിവസം അവരുടെ അടുത്ത് പറയില്ല. അവരാളും തരവൊക്കെ എങ്ങനെയാണെന്ന് നോക്കി ക്രമേണ ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു ബോണ്ടിങ് ഒക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മൾ നമ്മുടെ എല്ലാം ഫ്രാങ്കായിട്ട് തുറന്നു പറയാൻ പറ്റുന്ന ഒരാളാണ് ഇവൻ എന്ന് ബോധ്യപ്പെട്ടായിരിക്കുമല്ലോ നമ്മൾ പറയാം. നമ്മൾ റിയൽ ലൈഫ് എടുക്കുന്ന ചോയ്സ് തന്നെ ആ രീതിയിൽ തന്നെ ആലോചിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞൊരു ആദ്യമേ പ്രീ ഡിസൈൻഡ് അല്ല ഇതിലത്തെ ഒരു ക്യാരക്ടേഴ്സ്, ഓർഡറിലാണ് സ്ക്രിപ്റ്റ് എഴുതി പോയെന്ന്. കഥയില്ലായിരുന്നു എനിക്ക്, കഥയില്ല, വൺ ലൈൻ ഇല്ല, സമ്മറി ഇല്ല, സിനോപ്സിസ് ഇല്ല, സീൻ ഓർഡറിൽ ഒന്നുമില്ല. ഫസ്റ്റ് സീൻ എഴുതാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ഞാനും ഇത് പണി തുടങ്ങുന്നത്. പിന്നെ റിയൽ ടൈമിൽ എഴുതി പോവുകയാണ്. ഒരു സീൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എന്നാൽ പിന്നെ രണ്ടാമത്തെ സീൻ ഇങ്ങനെ ആക്കാം, എന്നാൽ പിന്നെ മൂന്നാമത്തെ സീൻ ഇങ്ങനെ ഇരിക്കട്ടെ. അപർണയുടെ ക്യാരക്ടറിൽ പിന്നെ നമ്മൾ കോൺഷ്യസ്ലി ഞാൻ ചെയ്തിരുന്നത് വെച്ച് കഴിഞ്ഞാൽ അപർണയുടെ ചോയ്സ് ഓഫ് വേർഡ്സ് അത് കുറേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അപർണയുടെ കുറേയൊക്കെ
ഞാൻ സംസാരിക്കുന്ന ഒരു ഉദ്ദേശങ്ങൾ രീതികളൊക്കെ അപർണയുടെ ഡയലോഗ്സിൽ കുറേയൊക്കെ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അജയന്റെ ക്യാരക്ടറിലേക്ക് വരാം. അതിനു മുമ്പേ ഒരു പാട്ട്. ഞാൻ പറഞ്ഞില്ലേ റഹ്മാൻ്റെ വലിയ ഫാൻ. ഒരു ട്രിവിയൽ സംഭവം ഉണ്ട്. അത് എനിക്ക് ഒരു മോളുണ്ട്, ഇപ്പോൾ 2.5 വയസ്സായി. അപ്പം മോള് ജനിച്ച സമയത്ത് പെട്ടെന്ന് തന്നെ പേരിടാം എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിക്കുകയാണ്. അപ്പോൾ പേരിടുമ്പോൾ റഹ്മാൻ്റെ പാട്ടുകളിലത്തെ ഏതെങ്കിലും ഒരു വാക്ക് അയാൾ കൊള്ളാം എന്നുള്ള രീതിയിൽ ആലോചിച്ച് തുടങ്ങി. അപ്പോൾ ആലോചിച്ചുകൊണ്ട് ഒരു വാക്ക് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. ലാസ്റ്റിൽ എനിക്ക് തോന്നി റഹ്മാനെ ഇസൈ പുയൽ എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് പേരിടാന്ന് വെച്ച് ഇസൈ എന്നാണ് മോക്ക് പേരിട്ടത്. ഓക്കെ, പാട്ട് യുവരാജ് എന്ന് പറയുന്ന ഹിന്ദി സിനിമയിലെ മനമോഹിനി മൊറെ. അടിപൊളി പാട്ട്. സുഭാഷ് കൈയും AR റഹ്മാനും താളിന് ശേഷം വീണ്ടും ഒരുമിച്ച സിനിമയിലെ പാട്ടാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം. നമുക്ക് അജയന്റെ ക്യാരക്ടറിലേക്ക് വരാം. പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. അജയനാണ് ഇതെല്ലാം അറിയുന്നയാൾ, പക്ഷേ ഒന്നും പറയാത്തയാൾ. ഇത് സിനിമ മുഴുവൻ ഇയാൾ ക്യാരി ചെയ്യണം. അപ്പോൾ ഒരുപക്ഷെ ആസിഫ് അലി എന്ന് പറയുന്ന ആക്ടർ ഈ അടുത്ത കാലത്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു ആക്ടറാണ്. ഇന്ന് മാത്രം നിങ്ങൾ ഒരുമിച്ച് നേരത്തെ വർക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു അടുപ്പം മാത്രമായിരുന്നു ആസിഫ് എന്ന് പറയുന്ന ചോയ്സ്? അടുപ്പം മാത്രമല്ല, അതും ഈ പറഞ്ഞൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഫീലിംഗ് ആണ്. ഇത് ആസിക്ക് ചെയ്താൽ നന്നായിരിക്കുമല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് പേഴ്സണലായിട്ട് പുള്ളി അറിയുന്നതുകൊണ്ടും കൂടി ആയിരിക്കാം. അപ്പോൾ അതൊക്കെ സബ് കോൺഷ്യസ്ലി നമ്മുടെ മനസ്സിൽ വരുന്നൊരു ഫീലാണ്. പ്രത്യേകിച്ച് ഒരു തിയററ്റിക്കലി അനൗൺസ് ചെയ്തിട്ട് അല്ല അനലൈസ് ചെയ്തിട്ട് ഇന്ന ക്യാരക്ടർ അങ്ങനെ ആയിരുന്നില്ല. ഒരു മനസ്സിൽ നിന്ന് തന്നെയുള്ളൊരു ജസ്റ്റ് ഔട്ട് ഓഫ് ദ ബ്ലൂ ഉള്ളൊരു ഫീലിംഗ് ആണ്. അത് എല്ലാ ക്യാരക്ടറിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ചച്ചു. ചച്ചു അദൃശ്യമായിട്ടെങ്കിലും എവിടെയെല്ലായിടത്തും ഉണ്ട്. പക്ഷേ ചച്ചുവാണ് പലപ്പോഴും ഈ സിനിമയിലെ വില്ലൻ എന്ന് സിനിമയുടെ 2-3 കാഴ്ചയിൽ എനിക്ക് തോന്നുന്നത്. അപ്പം എൻ്റെ കാഴ്ച മാത്രമാണ് ഈ പറയുന്നത്. അപ്പം അത്രയും ഹൈപ്പറായിട്ടുള്ള ഒരു ആളെ അത്തരത്തിലൊരു പ്ലേസ് ചെയ്യുമ്പോൾ ഉള്ള ചിന്ത എന്തായിരുന്നു? ചിന്തിക്കാതെയുള്ളൊരു പോക്കായിരുന്നു. ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും കാരണം കണ്ടെത്താൻ നോക്കും. അയ്യോ ഇതെങ്ങനെ അതുമായിട്ട് കണക്ട് ചെയ്യും, ഇതിന് കറക്റ്റ് ആയിരിക്കുമോ, ഇത് ഓഡിയൻസ് എന്ത്, ഇങ്ങനെയൊക്കെ എല്ലാം ചിന്തിക്കേണ്ടി വരും. പണി നടക്കൂല, ചിന്ത മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് അത് ചിന്തിച്ചില്ല. കോൺഷ്യസ്ലി ചെയ്തൊരു കാര്യം ഞാൻ പറയാം. ഈ സാധാരണ ഇത്തരം കഥകളിൽ ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ശ്രമിക്കാൻ ഒരു സാധ്യത ഉള്ളത് ഈ മിസ്സിങ് ആകുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ മരണപ്പെടുന്ന ക്യാരക്ടർ അവരെ കൂടുതൽ ലൈക്കബിൾ ആക്കാൻ നോക്കും. കുറേ മൊണ്ടാഷുകളിലൊക്കെ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സ്വീറ്റ് മെമ്മറീസ് എന്നുള്ള രീതിയിൽ ലൈക്കബിൾ ആക്കാൻ നോക്കും. അപ്പം അത്തരത്തിലുള്ളൊരു പരിപാടി വേണ്ട എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. അവനെ കാണിക്കുമ്പോഴൊക്കെ അവൻ്റെ വികൃതിത്തരം മാത്രം ഇതിൽ കാണിച്ചാൽ മതി. എന്നാലേ അവസാനം അവൻ ഈ തോക്കെടുത്തു കുരങ്ങിനിട്ട് പൊട്ടിച്ചു എന്നുള്ളതും കുരങ്ങിട്ട് പൊട്ടിച്ചതിന് ശേഷം അവിടെ വെറുതെ കിടന്നിരുന്ന തോക്ക് ആരുടെയും ശ്രദ്ധയപ്പെട്ടില്ല എന്നാണ് അവൻ സ്വയം വീണ്ടും കൈക്കലാക്കി എന്നുള്ളതും ഒക്കെ കൺവിൻസിങ് ആവണമെങ്കിൽ അവൻ്റെ വികൃതിത്തരം കൃത്യമായ രീതിയിൽ ആൾക്കാരിലേക്ക് രജിസ്റ്റർ ആവണം. ഇല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം. നേരെ കുറച്ച് ഒരേ സമയം അവൻ ഭയങ്കര ചക്കരക്കുട്ടനുമാണ് എന്നാൽ ഭയങ്കര കുസൃതിയാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് എത്രത്തോളം ദഹിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. സോ അത് കോൺഷ്യസ്ലി എടുത്ത ചോയ്സ് ആണ്. അത്തരം സ്വീറ്റ് മെമ്മറീസ് ആയിട്ടുള്ള വിഷ്വൽസ് അധികം വെക്കേണ്ടത്. അപ്പോൾ ഒരു പാട്ട് കൂടി കേട്ട് നമുക്ക് ഈ പരിപാടിയുടെ അവസാനത്തിലേക്ക് കടക്കാം. സംഗീതത്തെക്കുറിച്ചിട്ടാണ്, പശ്ചാത്തല സംഗീതത്തെക്കുറിച്ചാണ് എൻ്റെ അവസാനത്തെ ചോദ്യം. എങ്ങനെയായിരുന്നു താങ്കൾ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറുടെ അടുത്ത് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്തത്? മ്യൂസിക് ഡയറക്ടറുടെ അടുത്ത് വിശദീകരിച്ചത് ആദ്യം പറഞ്ഞാണ്, സ്വാഭാവികമായ രീതിയിൽ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു സ്കോറാണ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഫസ്റ്റ് തോട്ടായിട്ട് വരുന്നത്, അത് ചെയ്യരുത്. ഇങ്ങനൊരു മ്യൂസിക് വരുമ്പോൾ നമുക്ക് ഭയങ്കര മെലഡി സെന്റിമെന്റൽ പ്ലേ ചെയ്യാൻ തോന്നുന്നുണ്ടോ, അത് ചെയ്യരുത്. ഇപ്പോൾ ഫസ്റ്റിൽ ഇപ്പോൾ ആസിക്ക മേലെ നോക്കിയാൽ കാണും കുറേ ചച്ചുവിൻ്റെ ടോയ്സ്, ചച്ചുവിൻ്റെ ഇനിമിയായിരുന്നു ഒക്കെ പറഞ്ഞ് ചച്ചുവിൻ്റെ ഒരു ഓർമ്മകളിലേക്ക് പോകുന്നൊരു സമയമുണ്ട്. അവിടെ വേണമെങ്കിൽ ഭയങ്കര മെലോഡിയസ് ആയിട്ട് പുള്ളി ഭയങ്കര ലോസ്റ്റ് ഇൻ നൊസ്റ്റാൾജിയ എന്നുള്ള രീതിയിലേക്കൊക്കെ പോവാം. അപ്പോൾ അവിടെ പറഞ്ഞു ഇവിടെ ഒന്നും കൊടുക്കണ്ട, അങ്ങനെയായിരുന്നു. അവസാനത്തെ 20 മിനിറ്റ് ഏരിയ ഉണ്ടല്ലോ, അവിടെ മുജീബ് എടുത്ത് ഞാൻ പറഞ്ഞു, മുജീബ് ഇതിൻ്റെ കഥയും സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ മനസ്സിലാലേക്ക് വേണ്ട, ഇതൊരു സ്പോർട്സ് മൂവിയാണെന്ന് വിചാരിക്കുക. ബാഗ് മിൽക്ക ബാഗോ പെലെ എന്നൊക്കെ പറഞ്ഞ പടമൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര ഇമോഷണലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്പോർട്സ് മൂവി. അതിലപ്പോൾ ഈ സ്പോർട്സ് മൂവിയുടെ വിന്നിങ് മൊമെൻറ്റിനോട് എടുക്കുമ്പോൾ ഹീറോയുടെ ഒരു ഇമോഷണൽ വിക്ടറിയെ സൂചിപ്പിക്കാൻ പാകത്തിലുള്ളൊരു ചിലപ്പോൾ ഒരു അഡ്രിനാലിൻ റഷ് അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അത് സെലിബ്രേഷൻ അല്ല, അത് ഉള്ളിൽ നിന്നുള്ളൊരു ഫുൾഫിൽമെൻറ്റ് തോന്നിപ്പിക്കുന്ന രീതിയിലൊരു ഹൈ നോട്ട് അപ്പ് ബീറ്റ് ആയിട്ടുള്ള ഹൈ ആയിട്ടുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്കോറുകളായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മോട്ടിവേഷണൽ സൗണ്ടിങ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. സ്പീഡ് ഇരുന്നോട്ടെ, നോൺ സ്റ്റോപ്പ് ആയിട്ട് പോകാം, എവിടെയും ബ്രേക്ക് എടുക്കണ്ട, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അങ്ങനെ കുറേ അൺഓർത്തഡോക്സ് ചോയ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ത്രില്ലിംഗ് സീക്വൻസ് പോലെ ആണ് കൺവെൻഷനലി ട്രീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ത്രില്ലിങ് കൊടുക്കണ്ട, വേറെ എന്തെങ്കിലും കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ശാന്തമായിട്ടാണ് പോകുന്നത്, ഇവിടെ കുറച്ച് അതിന് കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൗണ്ടിങ് നമുക്ക് അവിടെ കൊടുക്കാം. ഇതിങ്ങനെയൊക്കെയായിരുന്നു ബ്രീഫിംഗ്. ഇങ്ങനെ ചോദ്യങ്ങൾ ഇനിയും ഒരുപാട് ബാക്കിയാണ്, പക്ഷേ നമ്മുടെ സമയം തീരാറായി. കൂടുതലും കിഷ്കിന്ദ കാണ്ഡത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. താങ്കളുടെ സിനിമാറ്റോഗ്രഫി ജീവിതത്തെക്കുറിച്ചും ആദ്യത്തെ ഒരു ഷോർട്ട് ഫിലിം അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു വിചിത്ര വർമ്മ എന്ന് മറ്റും പറഞ്ഞിട്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെയായിട്ട് നമുക്ക് പിന്നെ ഒരിക്കൽ കണ്ടുമുട്ടാമെന്നുള്ള
ഒരു വാക്കോടുകൂടി നമുക്ക് ഇന്ന് പിരിയാൻ തോന്നുന്നു. ഇത്ര നേരം സംസാരിച്ചതിന് വളരെ സന്തോഷം. നന്ദി. താങ്ക് യു. ഛായാഗ്രാഹകനും തിരക്കഥാകൃത്തുമായ ബാഹുൽ രമേശ് അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.